ദേശീയ പുരുഷ വനിതാ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള പരിശീലനം തൊടുപുഴയിൽ ആരംഭിച്ചു. തൊടുപുഴ ഗവൺമെന്റ് മുനിസിപ്പൽ യു.പി. സ്കൂളിലാണ് പരിശീലനം നടക്കുന്നത്. ജനുവരി 4, 5, 6 തീയതികളിലാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജനുവരി 4, 5, 6 തീയതികളിൽ ബെൽഗാമിൽ നടക്കുന്ന സീനിയർ പുരുഷ വനിതാ ടീം നാഷണൽ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പോടനുബന്ധിച്ചുള്ള കേരള റോൾ ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച കോച്ചിംഗ് ക്യാമ്പ് തൊടുപുഴയിൽ ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കായിക ഐറ്റം ഈ നാട്ടിൽ കൊണ്ടുവരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടെ ചെല്ലുകയും പരിചയപ്പെടുത്തുകയും കുട്ടികളെ ഇതിലേക്ക് ക്ഷണിക്കുകയും അത് വളരെ നല്ല രീതിയിൽ ആ കുട്ടികളെ ഈ കായിക ഇനം പരിചയപ്പെടുത്തിയെടുക്കുന്നതിനോടൊപ്പം അതിൽ മത്സരാർത്ഥികളാക്കി എടുക്കുകയും സ്റ്റേറ്റ് തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ഈ മത്സര ഇനങ്ങളിൽ നിന്നും ഈ മലയോര ജില്ലയായ ഇടുക്കിയിൽ നിന്നും കഴിവുറ്റ വിദ്യാർത്ഥിനികളെ കൊണ്ട് കർണാടകയിലെ ബെൽഗാമിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഇരിക്കുന്ന റോൾ ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ച് വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. കാരണം അത് ചെറിയൊരു കാര്യമല്ല. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നോ ഫുട്ബോൾ കളിക്കാൻ പോവുകയോ വടംവലിക്ക് പോവുകയോ എന്ന് പറയുന്നത് പോലെയല്ല റോൾ ബോൾ. കാരണം ഇതിനെക്കുറിച്ച് മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സുപരിചിതമാണെങ്കിലും നമ്മളുടെ കേരളത്തിലെ എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് പഠിച്ചും അറിഞ്ഞും വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ തുടക്കം മുതൽ എനിക്കറിയാം, മുട്ടം ശാന്താജ്യോതി സ്കൂളിലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളും. അവിടുന്ന് മുതൽ ഇങ്ങേയറ്റം വരെ ഇടുക്കി ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളിത് പറഞ്ഞ് മനസ്സിലാക്കി മാതാപിതാക്കൾ അതിനെ ഇഷ്ടപ്പെട്ട് കുട്ടികളെ ഈ ഐറ്റത്തിലേക്ക് പങ്കെടുപ്പിക്കുകയും അതിൽ വളരെ നല്ല രീതിയിൽ മികവുറ്റ താരങ്ങൾക്കാണ് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത്. ഇടുക്കി റോൾ ബോൾ അസോസിയേഷൻ ചെയർമാൻ ടി.ആർ. സോമൻ യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ പി.കെ. രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. സ്റ്റേറ്റ് ട്രഷറർ നാസർ എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ വി.എം. ഫിലിപ്പച്ചൻ, അലസർ ലോ കോളേജ് NSS കോർഡിനേറ്റർ ശ്രീ പ്രിയ പ്രസാദ്, ജില്ലാ ട്രഷറർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ ഷിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. എഫ്രൈം കോശി ജോൺ, ശ്രുതി പി എന്നിവരുടെ നേതൃത്വത്തിൽ വെങ്ങല്ലൂർ ടൗൺ മുനിസിപ്പൽ യു.പി. സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജനുവരി 26 മുതൽ 30 വരെയാണ് പരിശീലനം. 24 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.